ഗുഡ് മോർണിംഗ്. അങ്ങനെ അവസാനം നമ്മുടെ തക്കാളിക്ക് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വന്നിട്ടുണ്ട്. തക്കാളി ആയാലും പയറായാലും ചീര ആയാലും വഴുതനങ്ങ ആയാലും അതിനെ മുളപ്പിച്ച് അതിന് വേണ്ട വെള്ളവും വളവും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. തിരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ മിക്കപ്പോഴും എൻ്റെ പച്ചക്കറികൾ എന്നോട് ആ ഉത്തരവാദിത്തം തിരിച്ച് കാണിക്കാറില്ല. ഇപ്രാവശ്യം എന്നെ ഹാപ്പി ആക്കാനായിട്ട് നമ്മുടെ പയറുമ്മയും അത്യാവശ്യം പയറൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ ചീര നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയിലാണെങ്കിൽ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ പരം വേറെ എന്ത് സന്തോഷം വേണമല്ലേ. അപ്പം ഞാൻ എന്തായാലും ഹാപ്പി ആയ സ്ഥിതിക്ക് ഈ പുല്ലൊക്കെ പറിച്ച് നല്ലോണം ഒന്ന് മണ്ണൊക്കെ കിളച്ചിട്ടിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ ഓർത്തു. അങ്ങനെ രാവിലെ തുടങ്ങിയതാണ് കേട്ടോ. ഈ കുരുന്നുള്ള പുല്ല് പറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തത്. നോർമലി ഇത്ര പുല്ലൊന്നും കയറാറില്ല, അതിന് മുന്നേ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് ഇതുമ്മക്ക് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. എല്ലാ പ്രാവശ്യത്തെ പോലെ കാര്യമായിട്ടുള്ളൊരു പാമ്പറിങ് കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു തക്കാളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പതാ ഞാൻ തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്ന വളം ജൈവവളം പോലെ ഒരു പാക്കറ്റിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നോർമലി എല്ലാ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കിട്ടുന്ന കടകളിൽ കിട്ടും. ജൈവവളം നോക്കിയാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ ആ പുല്ലും പറിച്ച് മണ്ണും കിളച്ച് വളം ഇട്ട് കൊടുത്ത് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം തക്കാളി ഇങ്ങനെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നൊരു 5-6 പ്രാവശ്യം ഞാൻ തക്കാളി മുളപ്പിക്കാൻ നോക്കിയിട്ട് ഇത്തവണയാണൊന്ന് സക്സസ് ആയി കിട്ടിയത്. ഓരോ പ്രാവശ്യവും ഞാൻ തക്കാളി വിത്ത് പാകുന്ന വീഡിയോസ് ഇടാറുണ്ടെങ്കിലും അത് മുളച്ച് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. അതെനിക്ക് കാണിക്കാൻ പറ്റാറില്ല. ഇനി അഥവാ മുളച്ചൊന്ന് വന്നാൽ തന്നെ ഏതെങ്കിലുമൊക്കെ പ്രാണികൾ വന്ന് അതിൻ്റെ ഇലയൊക്കെ അറുത്തിട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ തക്കാളി പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇനി തക്കാളി ഉണ്ടാവുമോ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.